നമസ്കാരം. കേരളത്തിലെ കോഴിക്കോട്, കുറ്റിയാടി, കടിയങ്ങാട് ഭാഗങ്ങളിൽ ഒരു പുതിയ പനി പകർന്നു പിടിച്ചുവെന്നും 3 പേർ മരിച്ചു എന്നുമാണ് അറിയാൻ കഴിയുന്നത്. അജ്ഞാതമായ കാരണങ്ങൾ കൊണ്ടാണ്, നിപ്പ വൈറസാണ് മരണകാരണമെന്നാണ് ആരോഗ്യവകുപ്പ് കണ്ടുപിടിച്ചിരിക്കുന്നതെന്ന് അറിയുന്നു. മരണമടഞ്ഞ നിർഭാഗ്യവാന്മാരായ മനുഷ്യരോട് ദുഃഖമുണ്ട്. അവരുടെ കുടുംബാംഗങ്ങളോട് ഖേദമുണ്ട്. നേച്ചർ ലൈഫിൻ്റെ സങ്കടമറിയിക്കുന്നു. പക്ഷെ അതിൻ്റെ പേരിൽ കേരളത്തിൽ ഇപ്പോൾ നടത്തിവരുന്ന മരുന്ന് മാഫിയയുടെ ആഘോഷം ജനങ്ങളെ മുഴുവൻ ഭീതിയിലാഴ്ത്തി. അജ്ഞാതമായ പുതിയ ഒരു രോഗം വരുന്നു, മരുന്നില്ല, വാക്സിനില്ല, വവ്വാലിൽ നിന്നാണ് പകരുന്നത്, വൈറസാണ് കൊല്ലുന്നത്. പഴങ്ങൾ മാത്രം കഴിക്കുന്ന വവ്വാലിൽ നിന്ന് മൃഗങ്ങളിലേക്ക് പകരുന്നു. ഭഗവാനെ, ഇനിയിപ്പോൾ പഴങ്ങൾ മാത്രം കഴിക്കുന്ന പ്രകൃതിക്കാരിൽ നിന്ന് പുതിയൊരു വൈറസ് പകരുമെന്ന് നാളെ ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ പ്രകൃതിക്കാരെ മുഴുവൻ ഒറ്റ ദിവസം കൊണ്ട് കൊന്നൊടുക്കാൻ സാധിക്കും. എന്തെല്ലാം വിഡ്ഢിത്തരങ്ങളാണ് ആരോഗ്യവകുപ്പ് തട്ടിവിടുന്നത്. 2-3 കാര്യങ്ങൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, ഇതേപോലെ രോഗഭയം ഉണ്ടാക്കിയിട്ടുള്ള ചില കാലയളവ് നമുക്കുണ്ടായിരുന്നു. എലി മൂത്രമൊഴിച്ചിട്ട് എലിപ്പനി പകരുന്നു എന്ന് പറഞ്ഞ് നിരവധി പേരെ ആശുപത്രിക്കാർ തട്ടി. കോട്ടയം മെഡിക്കൽ കോളേജും കോഴിക്കോട് മെഡിക്കൽ കോളേജും എല്ലാം ഒത്തുചേർന്നിട്ട് ഭീകര മരണങ്ങൾ ഉണ്ടാക്കി. ജനാരോഗ്യ പ്രസ്ഥാനം പ്രവർത്തകർ അതിനെ പൊളിച്ചു കൊടുത്തത് 2002-2004 വരെയുള്ള കാലയളവിലാണ്. എലിമൂത്രത്തിലുള്ള ലെപ്റ്റോസ്പൈറ അണുക്കൾ മനുഷ്യരിലേക്ക് കടന്ന് കരളും കിഡ്നിയും നശിപ്പിക്കുന്നു എന്നാണ് അന്ന് ആളുകളെ മുഴുവൻ പരിഭ്രാന്തരാക്കിയത്. എന്നിട്ടോ 22 പേർ ചികിത്സയിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് പത്രവാർത്തകൾ വന്നപ്പോൾ കോട്ടയം പള്ളിക്കൂടം വിദ്യാലയത്തിലെ അധ്യാപകൻ ജോസഫ് ആന്റണിയുമായി ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചെന്നു. 22 പേര് പോയിട്ട് ആകെ ഒരാൾ മാത്രമാണ് എലിപ്പനി വാർഡിൽ പനിയായിട്ടുണ്ടായിരുന്നത്. കോട്ടയം കുമരകത്ത് കദളിക്കാട്ടുമാലിൽ രഘുദാസ്. ബാക്കിയുള്ളവരെന്തിയെ? അത് ഒരാളെ ഉള്ളൂ. ഇവിടെ 22 പേര് പനിയായിട്ട് കിടക്കുന്നു എന്നാണല്ലോ പത്രങ്ങളിൽ എഴുതിയത്. അപ്പൊ നഴ്സുമാർ പറഞ്ഞു, അത് പത്രക്കാർ പിന്നെ എന്തൊക്കെ എഴുതും? ഇവിടെ 11 പേര് മരിച്ചു എന്നാണ് പത്രക്കാർ എഴുതിയത്. അത് വായിച്ച് ഞങ്ങൾ ഞെട്ടി. ഇവിടെ ആകെ ഒരാളെ മരിച്ചിട്ടുള്ളൂ. അത് ഭീകരമായൊരു തട്ടിപ്പ്. അതിനെ ഞങ്ങൾ വീണ്ടും തകർത്തത് ആലപ്പുഴ AS കനാലിൽ പോള വാരാൻ ഇറങ്ങിയ വിജയൻ മരിച്ചു, എലിപ്പനി. പോളകളിൽ എലികൾ ഒളിച്ചു താമസിച്ചിരുന്നു. അവിടെ ഇരുന്ന് എലികൾ മൂത്രമൊഴിച്ചു. പോള വാരാൻ കനാലിൽ ഇറങ്ങിയവർക്ക് എലിപ്പനി പിടിച്ചു. 6 പേര് ഗുരുതരാവസ്ഥയിൽ മെഡിക്കൽ കോളേജിൽ കഴിയുന്നു. പോള വാരാൻ ഇറങ്ങിയ 3000-ഓളം പേർ ഉടനെ വന്ന് കുത്തിവയ്പ് എടുക്കണം. അനൗൺസ്മെന്റാണ്. ഞങ്ങളൊരു അനൗൺസ്മെന്റുമായി അങ്ങോട്ട് ചെന്നു. ആളെ കൊല്ലുന്നത് പനിക്ക് കഴിക്കുന്ന പാരാസെറ്റമോളാണ്. എലിപ്പനി പകർന്നു എന്ന് പറയുന്ന AS കനാലിൽ കാല് മുറിച്ച് ജനാരോഗ്യ പ്രസ്ഥാനത്തിന്റെ 8 പേര് ഇറങ്ങി നിന്നു. എലിക്ക് സിന്ദാബാദും വിളിച്ചു, പാരാസെറ്റമോളിന് മൂർദാബാദും വിളിച്ചു. ഞങ്ങൾക്ക് ആർക്കും എലിപ്പനിയും ഉണ്ടായില്ല, പുലിപ്പനിയും ഉണ്ടായില്ല, പൂച്ചപ്പനിയും ഉണ്ടായില്ല. അതേപോലെ തന്നെ ഡെങ്കിപ്പനി കൊതുക് കുത്തിയിട്ടാണ് ഉണ്ടാകുന്നത്. ഞങ്ങൾ അതിനെയും പൊളിച്ചു കൊടുത്തു. കൊതുക് കുത്തിയിട്ടാണ് ഡെങ്കിപ്പനി ഉണ്ടാകുന്നതെങ്കിൽ കേരളത്തിലെ യാചകരെല്ലാം ഒറ്റയടിക്ക് ചത്തുപോകണം. വഴിവക്കിൽ കിടന്നുറങ്ങുന്ന പാവം യാചകർക്ക് ഫാനുമില്ല, കൊതുക് തിരിയുമില്ല, കൊതുക് വലയുമില്ല. കേരളത്തിലെ ജയിലുകളിൽ ഉണ്ടാകണമല്ലോ. എന്തുകൊണ്ടാണ് കേരളത്തിലെ ജയിലുകളിൽ ഇതുപോലെ പുറത്ത് പകർച്ചവ്യാധികൾ പകർന്നു പിടിക്കുമ്പോഴും തൃശ്ശൂരിലെ പോലീസ് അക്കാഡമിയിൽ പോലും മഞ്ഞപ്പിത്തം പകർന്നു പിടിച്ചപ്പോഴും തൊട്ടടുത്തുള്ള വിയ്യൂരിലെ അതേ വെള്ളം കുടിക്കുന്ന, അതേ ഭക്ഷണ സാധനങ്ങൾ തന്നെ കഴിക്കുന്ന
വിയ്യൂരിലെ ജയിലിലെ തടവുകാർക്ക് പകർച്ചപ്പനികൾ ഉണ്ടായിട്ടില്ല, പകർച്ചപ്പനികൾ കൊണ്ടുള്ള മരണം ഉണ്ടായിട്ടില്ല. ജയില് പുളികളെ പോലെ കൊതുക് കടി കൊള്ളുന്നവരാരുണ്ട്? പ്രത്യേകിച്ച് മട്ടാഞ്ചേരി സബ് ജയിലിലെ കൊതുക് കടി ഞാൻ 2 ദിവസം കൊണ്ടിട്ടുണ്ട്. ബസ്സിന് കല്ലെറിഞ്ഞു എന്ന് പറഞ്ഞ് വൈപ്പിൻ സമരകാലത്ത് എന്നെ പിടിച്ച് കോടതിയിൽ കൊണ്ടുപോയി. ഞാൻ ജാമ്യം എടുക്കാതെ മജിസ്ട്രേറ്റുമായിട്ട് ബഹളം വെച്ച് എനിക്കൊന്ന് ജയിലിൽ കയറി ജയിൽ എങ്ങനെയാണെന്നൊന്ന് അറിയണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ കയറി മട്ടാഞ്ചേരിയിലെ കൊതുകടി കൊണ്ടിട്ടുള്ളതാണ്. ആ കൊതുകടി കൊണ്ടിട്ടുള്ളവൻ പിന്നീട് ഒരു ക്രിമിനൽ കുറ്റം ചെയ്യില്ല, ഉറപ്പാ. ഈ തടവുകാരും ചാകുന്നില്ല. വഴിവക്കിലുടനീളം വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ അലഞ്ഞു നടക്കുന്ന, കുളിക്കാത്ത, പല്ല് തേക്കാത്ത ഭ്രാന്തന്മാരുണ്ട്. അവർക്കാർക്കും ഈ പകർച്ചപ്പനികൾ കൊണ്ട്, വവ്വാൽ പനി കൊണ്ട്, നിപ്പാം വൈറസ് കൊണ്ട്, നാപ്പാം ബോംബ് കൊണ്ട് ഒക്കെ ചാവാനുള്ള ഭ്രാന്തുണ്ടാവണില്ലല്ലോ. അപ്പോ വളരെ ഗൗരവമായി കേരളത്തിലെ മനുഷ്യർ ആലോചിക്കണം. മെഡിക്കൽ മാഫിയ, മരുന്ന് മാഫിയ ഇതേപോലെ ഓരോന്നൊക്കെ തട്ടിവിടും. പിണറായിയിലെ കൊലപാതകം നിങ്ങൾ ഓർക്കണം. ആ കൊലപാതകത്തിന്റെ കാരണവും അജ്ഞാതമായിരുന്നു. ഇതേപോലുള്ള പനിയുടെ, ഛർദിയുടെ, വയറിളക്കത്തിന്റെ ഒക്കെ ലക്ഷണങ്ങളുമായി ആശുപത്രിയിൽ ചെന്നാൽ അമ്മ വിഷം കൊടുത്തോ മകള് വിഷം കൊടുത്തോ എന്നൊന്നും അല്ല അവരാലോചിക്കുന്നത്. ഏത് വൈറസാണ്, ഏത് ബാക്ടീരിയയാണ്. അവസാനം തെളിയുന്നു അത് വിഷം കൊടുത്തതാണ്. ഇപ്പോ കോഴിക്കോടുണ്ടായിട്ടുള്ള മരണം അതുപോലെയാണെന്നല്ല ഞാൻ പറയുന്നത്. അതിനെക്കുറിച്ച് ഒന്നും എനിക്ക് മനസ്സിലാക്കാനുള്ള അവസരം ഉണ്ടായിട്ടില്ല. നമുക്ക് സാധാരണക്കാർക്ക് അതിനുള്ള അവസരം ഉണ്ടാകുകയുമില്ല. പക്ഷെ ആളുകളെ പേടിപ്പിക്കാൻ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളെ മരുന്ന് മാഫിയ വളരെ വിജയകരമായി ഉപയോഗിച്ച് ചെറിയ ചൂട് തോന്നുന്നവര് പോലും വലിയ ചികിത്സകൾക്ക് പോകുന്ന, കൂടുതൽ ആപത്തിലാകുന്ന ഒരു അവസരം ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ നോമ്പ് തുടങ്ങി 2-3 ദിവസം കഴിയുമ്പോഴാണ് ഈ ദൗർഭാഗ്യകരമായ മരണങ്ങൾ ഉണ്ടാകുന്നത്. ആരോഗ്യവകുപ്പ് പരിശോധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, പല ദിവസങ്ങളായി ഉണ്ടാക്കി വെച്ച ഭക്ഷണം, പ്രത്യേകിച്ച് നോമ്പിലൊക്കെ രാവിലെ ഉണ്ടാക്കി വെച്ച ഭക്ഷണം രാത്രി കഴിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ വൈകിട്ട് ഉണ്ടാക്കി വെച്ച ഭക്ഷണം രാത്രിയും അത് തന്നെ വീണ്ടും വെളുപ്പിനും കഴിച്ചിട്ടുണ്ടോ? പ്രത്യേകിച്ച് മാംസഭക്ഷണം പഴകിക്കഴിഞ്ഞാൽ, വറുത്ത മാംസഭക്ഷണം, ആ മാംസഭക്ഷണത്തിൽ മാംസം എടുക്കാൻ ഉപയോഗിച്ച ജീവികൾക്ക് കൊടുത്ത ഭക്ഷണ സാധനങ്ങളിൽ ആന്റിബയോട്ടിക്കുകൾ ഉണ്ടായിരുന്നോ? സ്റ്റിറോയിഡ്സ് ഉണ്ടായിരുന്നോ? കീടനാശിനികൾ, ഒരു പ്രത്യേക കീടനാശിനി ഒരു പ്രത്യേക ഭാഗത്ത് വിതരണം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വിതരണം ചെയ്തിട്ടുള്ള ഭക്ഷണത്തിലുണ്ടെങ്കിൽ ആ പ്രദേശത്ത് വളരെ പ്രത്യേകതയുള്ള പുതിയ രോഗങ്ങൾ ഉണ്ടാകാൻ പ്രത്യേകിച്ചൊരു കാരണവും വേണ്ടല്ലോ. ആ കീടനാശിനികൾ പോരെ. പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ നിരോധിച്ചിട്ടുള്ള കീടനാശിനികൾ തന്നെയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. കേരളത്തിലെ മണ്ണുത്തി കാർഷിക സർവകലാശാലയിൽ ഭക്ഷണത്തിലെ കീടനാശിനികൾ പരിശോധിച്ചു തുടങ്ങി, തലക്കടി കിട്ടി. അനുപമ എന്ന് പറഞ്ഞ IAS ഉദ്യോഗസ്ഥ തമിഴ്നാട്ടിൽ വരെ ചെന്ന് അവിടെയുള്ള വളർത്തുമൃഗങ്ങളിൽ, പച്ചക്കറികളിലെല്ലാം ഉപയോഗിക്കുന്ന കീടനാശിനികൾ കണ്ടുപിടിച്ചു. അതിനെ കുറിച്ച് നടപടികൾ എടുക്കാൻ തുടങ്ങിയപ്പോൾ അവരെ സ്ഥലം മാറ്റി. കീടനാശിനി ലോബി അത്രയേറെ ശക്തരാണ്. അപ്പോൾ അവർ ചേർക്കുന്ന പുതിയ കീടനാശിനി, അതേപോലെ തന്നെ ഇന്ത്യയിലെ ശാസ്ത്രീയ സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന നിയമമുള്ള കീടനാശിനികൾ പരിശോധിക്കാൻ പാടില്ല എന്നാണ് കീടനാശിനി കമ്പനികളുടെ ഉത്തരവ്. വളരെ രസകരമായ, ഇന്ത്യയിൽ ഉപയോഗിക്കാൻ അനുവദിച്ചിട്ടുള്ള കീടനാശിനികൾ ഉണ്ടോ എന്ന് മാത്രം നിങ്ങൾ പരിശോധിച്ചാൽ മതി എന്നാണ് കീടനാശിനികൾ കമ്പനികൾ പറയുന്നത്. വിദേശത്ത് നിരോധിച്ചിട്ടുള്ള കീടനാശിനികൾ, ഇന്ത്യയിൽ തന്നെ നിരോധിച്ചിട്ടുള്ള കീടനാശിനികൾ ഇവിടെ ഉപയോഗിച്ചാൽ അത് കണ്ടുപിടിക്കാൻ പാടില്ല, നിരോധിക്കപ്പെട്ടിട്ടുള്ളതാണ്. പരിശോധന പോലും നിരോധിച്ചിട്ടുള്ളതാണ്. അതാണ് ഏറ്റവും നന്നായി നിരോധിക്കപ്പെട്ടിട്ടുള്ളത് ഇന്ത്യയിൽ. അപ്പൊ ആ പ്രദേശത്ത് പ്രത്യേകിച്ച് ഇവര് കഴിച്ച ഭക്ഷണ സാധനങ്ങളിൽ കീടനാശിനികൾ ഉണ്ടായിട്ടുണ്ടോ? അതല്ല എങ്കിൽ അവരറിയാതെ ഏതെങ്കിലും തരത്തിലുള്ള വിഷാംശങ്ങൾ കടന്നിട്ടുണ്ടോ? ഇതൊക്കെയാണ് ആദ്യം പരിശോധിക്കേണ്ടത്. പിന്നെ രണ്ടാമത് പരിശോധിക്കേണ്ടത്, പ്രത്യേകിച്ച് നോമ്പിന്റെ ദിവസങ്ങളിൽ പകല് ഭക്ഷണം കഴിക്കാതെ പകല് കഴിക്കേണ്ട ഭക്ഷണം രാത്രി കഴിക്കുകയാണെങ്കിൽ ദഹനക്കേടിനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് മാംസാഹാരം കൂടെ ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഒന്ന് ദഹിക്കുന്നതിന് മുമ്പ് അടുത്ത ഭക്ഷണം ചെന്നിട്ടുണ്ടെങ്കിൽ
അപ്പോൾ അതിനുണ്ടായ അസ്വസ്ഥത, വയറിന്റെ പ്രയാസങ്ങൾക്ക് ഇവർ മരുന്നുകൾ കഴിച്ചിട്ടുണ്ടോ? എന്തു മരുന്നാണ് കഴിച്ചത്? ചില മരുന്നുകൾ തമ്മിലുള്ള പ്രതിപ്രവർത്തനം, ഇപ്പോൾ വയറുവേദനയ്ക്ക്, ദഹനക്കേടിന്, അസിഡിറ്റിക്ക്, അതിനോടൊപ്പം പനിക്കുള്ള മരുന്നുകൾ കൂടെ കഴിച്ചാൽ ഡ്രഗ് ഇന്ററാക്ഷനിൽ, മരുന്നുകൾ തമ്മിലുള്ള പ്രതിപ്രവർത്തനത്തിൽ ആള് മരിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ എന്താണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്? ഏത് ചികിത്സയാണ് കൊടുത്തിട്ടുള്ളത്? ആ ചികിത്സയിൽ അപകടമുണ്ടായോ? ഇതെല്ലാം ആരോഗ്യവകുപ്പ് ദയവായിട്ടൊന്ന് പരിശോധിക്കണം. എല്ലാം അണുക്കളുടെ, ഭൂതപ്രേത പിശാചുക്കളുടെ, കണ്ണിൽ കാണാൻ വയ്യാത്ത കാരണങ്ങളുടെ തലയിൽ വെച്ച് കെട്ടി മരുന്ന് മാഫിയയെ കൂടുതൽ ജനങ്ങളെ ഭയപ്പെടുത്താനും കൊള്ളയടിക്കാനും ഇടകൊടുക്കരുത്. അത് ആരോഗ്യവകുപ്പ് ചെയ്യും എന്നാണ് വിശ്വസിക്കുന്നത്. ഒരു ഇടതുപക്ഷ സർക്കാരിൽ നിന്ന് ഇത്തരത്തിലുള്ള ജാഗ്രതകൾ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മുതലാളിത്തത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഉപകരണമാണ് ഇന്ന് ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ വഴിയുള്ള മരുന്ന് വിതരണ ചികിത്സാ സമ്പ്രദായം, വാക്സിൻ വിതരണ ചികിത്സാ സമ്പ്രദായം ഉണ്ട്. അത് നിരന്തരം ഇങ്ങനെ വരുന്ന വഴിയെ തുടരുക എന്നുള്ളതല്ല ഒരു ഇടതുപക്ഷ സർക്കാരിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ ഉള്ളിലേക്ക് കടന്ന് ഈ മുതലാളിത്തത്തിന്റെ, ഈ ആധുനിക ശാസ്ത്രത്തിന്റെ പേരിലുള്ള, വാസ്തവത്തിൽ ആധുനിക ശാസ്ത്രം, മെഡിക്കൽ സയൻസ് പറയുന്നതിന് എതിരായ അജ്ഞാതമായ ചികിത്സകളാണ് ഇന്ന് നമ്മുടെ ആശുപത്രികളിൽ ഡോക്ടർമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പനിക്ക് ചെയ്യണം എന്ന് മെഡിക്കൽ ടെക്സ്റ്റുകൾ, ആധുനിക വൈദ്യശാസ്ത്ര ഗ്രന്ഥങ്ങൾ പറയുന്ന ചികിത്സകളല്ല ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ 2-3 ആഴ്ചകൾക്ക് മുമ്പ് നേച്ചർ ലൈഫിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വളരെ കൃത്യമായി മെഡിക്കൽ ടെക്സ്റ്റുകൾ മുന്നിൽ വെച്ചുകൊണ്ട്, അത് തുറന്നു കാണിച്ചുകൊണ്ട് ഞങ്ങൾ ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടുത്തെ പനി ചികിത്സ തന്നെ കൊല്ലുന്ന ചികിത്സയാണ്. ഇപ്പൊ ബ്രിട്ടനിലാണെങ്കിൽ പനി പിടിച്ചാൽ നേരെ ആശുപത്രിയിലേക്ക് ചെല്ലാൻ സാധിക്കില്ല, മരുന്നുകൾ കഴിക്കാൻ തരില്ല, 3 ദിവസം കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്യാനാണ് പറയുക. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും നന്നായിട്ട് തന്നെ നടക്കുന്ന ചികിത്സാ മേഖലകളിൽ കാണപ്പെടാത്ത, അവരമ്പരക്കുന്ന ഒരു തരത്തിലുള്ള കാടൻ ചികിത്സയാണ് നമ്മുടെ ആശുപത്രികളിൽ നടന്നു വരുന്നത്. ഏതായാലും ഒരു കാര്യം ആരോഗ്യവകുപ്പ് ഇത് ശ്രദ്ധിക്കണം, ഇത് പഠിക്കാൻ തയ്യാറാകണം. അതോടൊപ്പം മറ്റൊരു കാര്യം പറയട്ടെ, ഞങ്ങൾക്കാർക്കും ഈ പനിയെ പേടിയില്ല. ഇവിടെ നിപ്പാം പനിയുമില്ല, എലിപ്പനിയില്ല, ഡെങ്കിപ്പനിയില്ല, ഡോങ്കിപ്പനിയുമില്ല. ആകെ ഒരു പനിയേ ഉള്ളൂ. ഫീവർ ആസ് എ ഡിഫെൻസീവ് അഡാപ്റ്റേഷൻ ഓഫ് ബോഡി. ശരീരത്തിന്റെ പ്രതിരോധ പ്രവർത്തനമാണ് പനി. ഹൈപ്പോതലാമസിന്റെ തെർമോ റെഗുലേറ്ററി ഫംഗ്ഷൻ ആണ് പനി. 106 ഡിഗ്രി വരെ പനി അപകടകാരിയല്ല, അതിന് മരുന്ന് കഴിക്കുന്ന കാര്യത്തിൽ വല്ല പ്രയോജനമുണ്ടോ എന്ന് സംശയമാണ് എന്നൊക്കെ പറയുന്ന മെഡിക്കൽ ടെക്സ്റ്റുകളാണ് നമ്മുടെ മുന്നിലുള്ളത്, ആധുനിക വൈദ്യശാസ്ത്ര ഗ്രന്ഥങ്ങൾ തന്നെ. അതുകൊണ്ട് പനി ശരീരത്തിന്റെ പ്രതിരോധ പ്രവർത്തനമാണ്. വിഷങ്ങൾക്കെതിരെ, വിഷങ്ങൾ വളർത്തുന്ന, അഴുക്കിൽപ്പെട്ട് വളരുന്ന അണുക്കളുണ്ടെങ്കിൽ അവയ്ക്കെതിരെയുമെല്ലാം ശരീരം നടത്തുന്ന പ്രതിരോധ പ്രവർത്തനമാണ് പനി. അതിന് മരുന്ന് കഴിക്കുന്നതാണ് മരണത്തിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ പ്രകൃതി ചികിത്സകർക്ക് ഈ പനിയെ ഒരു പേടിയുമില്ല. പ്രകൃതി ചികിത്സകർ ഈ ഭാഗങ്ങളിൽ പോകാനും മരണകാരണം എന്താണെന്ന് പഠിക്കാനും ഒന്ന് തയ്യാറാവേണ്ടതുണ്ട്. കോഴിക്കോട് ഭാഗങ്ങളിലുള്ള നമ്മുടെ പ്രവർത്തകരോട് അത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവർക്കാർക്കും ഈ പനിയൊന്നും പേടിയില്ല, ഞങ്ങൾക്കാർക്കും ഈ പനി വരികയുമില്ല. ഞങ്ങളിൽ പ്രകൃതി ചികിത്സകരിൽ ആർക്കും തന്നെ പനി മരണങ്ങൾ ഉണ്ടാകുകയുമില്ല. അത് ഉറപ്പായ ഒരു കാര്യമാണ്. നിർഭാഗ്യവശാൽ ഞാനിപ്പോൾ വിയറ്റ്നാമിലാണ്. ഇവിടെ ഇന്നലെ വിയറ്റ്നാമിന്റെ ഏറ്റവും പ്രിയങ്കരനായ രാഷ്ട്ര നേതാവ് ഹോജിമിന്റെ ജന്മദിനാഘോഷത്തിൽ പങ്കെടുക്കാൻ സാധിച്ചു. വിയറ്റ്നാമിൽ നേച്ചർ ലൈഫിന്റെ പ്രവർത്തനങ്ങൾ വളരെ നന്നായി നടക്കുകയാണ്. ഇന്ന് ഹോജിമിൻ സിറ്റിയിൽ 400ഓളം പേര് പങ്കെടുത്ത വലിയ ഒരു സെമിനാർ ഉണ്ടായിരുന്നു. ഡോക്ടർമാരും വളരെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരും എല്ലാം പങ്കെടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു സെമിനാർ ആയിരുന്നു അത്. നാളെ ഹനോയിൽ സെമിനാറുണ്ട്. ഒരാഴ്ച തായ്ലാൻഡിലെ പരിപാടികൾ കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. എൻ്റെ പരിപാടികളൊന്ന് വെട്ടിച്ചുരുക്കി
കേരളത്തിലേക്ക് ഉടനെ തന്നെ തിരിച്ചെത്താൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കോഴിക്കോട് ഭാഗങ്ങളിൽ പോകാനും ഈ പനിയുടെ കാരണങ്ങളെക്കുറിച്ച് കുറച്ചുകൂടെ പഠിക്കാനും സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ജനങ്ങൾ ഭയക്കാതിരിക്കുക. ചെയ്യേണ്ടത്, പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ കൂടെ പറയട്ടെ. ഒരു കാരണവശാലും വയറ് നിറഞ്ഞ് കവിയുന്ന രീതിയിൽ ഭക്ഷണം കഴിക്കരുത്. വയറ് നിറഞ്ഞു എന്ന് തോന്നുമ്പോൾ തന്നെ ഭക്ഷണം അവസാനിപ്പിക്കണം. കഴിക്കുന്ന ഭക്ഷണം പൂർണ്ണമായും പുതുമയുള്ളതാവണം. പാചകം ചെയ്ത് 2 മണിക്കൂർ കഴിഞ്ഞ ഭക്ഷണം കഴിക്കരുത്. അധികം വിഭവങ്ങൾ, വറുത്തതും മുരിച്ചതും ഒക്കെ ഒഴിവാക്കണം. അധികം വിഭവങ്ങൾ കൂട്ടിക്കുഴച്ച് കഴിക്കാതിരിക്കുക. കഴിയുമെങ്കിൽ 1-2 കറികൾ മതി. പേടിയുള്ളവർ, രോഗങ്ങളെ പേടിയുള്ളവർ സസ്യാഹാരം മാത്രമാക്കുക. മാംസാഹാരം തൽക്കാലമെങ്കിലും വേണ്ട എന്ന് വയ്ക്കണം നിർബന്ധമായിട്ട്. വെള്ളം കുടി കുറയരുത്, ധാരാളം വെള്ളം കുടിക്കണം. പനിയുടെ ലക്ഷണങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർ ധാരാളം വെള്ളം കുടിക്കണം. മലബന്ധം ഉണ്ടെങ്കിൽ പ്രകൃതി ചികിത്സാലയത്തിൽ ചെന്നാൽ നേച്ചർ ലൈഫിന്റെ ഒരു ശാഖ കോഴിക്കോട് സിവിൽ സ്റ്റേഷന്റെ തൊട്ടടുത്ത് തന്നെ മെയിൻ ഗേറ്റിന്റെ അടുത്തുണ്ട്, മുക്കത്തുണ്ട്, കുറ്റിക്കാട്ടൂരിലുണ്ട്. ഡോക്ടർ കരീമിന്റെ ചികിത്സാലയം, കുറ്റിക്കാട്ടൂരിലെ ഡോക്ടർ ഭാസ്കരൻ സുഹൃത്തുക്കളുമുണ്ട്. കോഴിക്കോട് ധാരാളം പ്രകൃതി ചികിത്സാ കേന്ദ്രങ്ങളുണ്ട്. എവിടെയാണെന്ന് വെച്ചാൽ ഉടനെ പോയി ഒരു എനിമ പാത്രം വാങ്ങണം. ആ എനിമ പാത്രത്തിൽ 6 ഔൺസ് വെള്ളം എടുത്ത് നിങ്ങൾക്ക് തന്നെ സ്വയം എനിമ എടുക്കാം. വീട്ടിൽ തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും ചെയ്യാം. അതുകൊണ്ട് പനിയെ പേടിയുള്ളവർ ഈ എനിമ 2-3 പ്രാവശ്യം ഒന്ന് എടുത്താൽ തന്നെ പനി വരാനുള്ള സാധ്യത വളരെ കുറയും. ഡീഹൈഡ്രേഷൻ, വെള്ളം കുടി കുറയുന്നതൊക്കെയാണ് പനിയുടെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന്. പിന്നെ ദഹിക്കാൻ പ്രയാസമുള്ള ഭക്ഷണ സാധനങ്ങൾ. അപ്പോ അങ്ങനെയുള്ള കാരണങ്ങൾ ഒഴിവാക്കുക. എനിമ പറ്റുമെങ്കിൽ ഒന്ന് എടുക്കുക. കൂടുതൽ ഉറങ്ങുക. 9 മണിക്കൂറെങ്കിലും ഉറങ്ങുകയാണെങ്കിൽ വളരെ സാധ്യത കുറവാണ് നിങ്ങൾക്ക് പനി പിടിക്കാനായിട്ട്. ജലദോഷമോ ഗ്യാസ് ട്രബിളോ ദഹനക്കേടോ ഒക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലും മരുന്നൊന്നും കഴിക്കരുത്. പല മരുന്നുകളും പനി ഉണ്ടാക്കുന്നവയാണെന്ന് മെഡിക്കൽ ടെക്സ്റ്റുകൾ തന്നെ പറയുന്നുണ്ട്. ഉപവാസമാണ് പനി തുടങ്ങുന്നു എന്ന് കണ്ടാൽ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. വയറില് വിശപ്പില്ലാതെയാകുന്നു, തൊണ്ടയിൽ മുള്ളു വയ്ക്കുന്നു, വായ കയ്പിച്ചിടുന്നു. ഭക്ഷണം കഴിക്കാതിരിക്കാനുള്ള ശരീരത്തിന്റെ വലിയ നിർദ്ദേശങ്ങളാണ്, താക്കീതുകളാണ്. വിശപ്പില്ല, തൊണ്ടവേദനയുണ്ട്, വിഴുങ്ങാനൊന്നും സാധിക്കുന്നില്ല, തൊണ്ടയിൽ മുള്ള്, വായ കയ്പ്. പക്ഷിമൃഗാദികളെ നോക്കൂ, നിങ്ങളുടെ പശുവിനെ നോക്കൂ. രോഗം വന്നാൽ അത് ഭക്ഷണം കഴിക്കുന്നില്ല. അതുകൊണ്ട് പനി തുടങ്ങുമ്പോൾ തന്നെ ഭക്ഷണം നിർത്തുക, ഒന്ന് ഉപവസിക്കുക, വെള്ളം ധാരാളം കുടിക്കുക. ഇത് ചെയ്താൽ മതി. ഈ പനി ഒരാപത്തും ഉണ്ടാക്കില്ല. കേരളത്തെ പ്രകൃതി തന്നെ രക്ഷിക്കട്ടെ. മരുന്ന് മാഫിയയുടെ ലാഭക്കെണിയിൽ വീഴാതെ മനുഷ്യരെ പ്രകൃതി തന്നെ കാത്തുകൊള്ളട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.